ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. സാറ്റർഡേ വ്ലോഗാണ്. രാവിലെ എഴുന്നേറ്റ് 8:30 ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശിയും കൊണ്ട് ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലൊക്കെ പോണതേ നിൽക്കണം മുത്തശ്ശി. ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോയിട്ടില്ല. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാൻ നാളത്തെ വ്ലോഗിൽ കാണിക്കാം എന്താ പരിപാടിന്ന്. പിന്നെ മുത്തശ്ശി വന്നു, അതുകൊണ്ടും കൂടെയാണ് പോവാത്തെ. അപ്പം അമ്മ ഇവിടെ ഉണ്ട്. അമ്മയുടെ പണികൾ കുറേയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചായ കുടിച്ച് ക്ലീൻ ചെയ്യാല്ലേ. ഞാനിവിടെ ക്ലീൻ ചെയ്യാം ഉച്ചയ്ക്ക് ശേഷം. അപ്പം ജുഗുനും സൂര്യാനൊക്കെ ഉറങ്ങുകയാണ്. അപ്പം ജുഗുനും സൂര്യാനൊക്കെ എണീറ്റിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മുത്തശ്ശിയും കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ അതുവരെയുള്ള പരിപാടികൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാം. കുളിക്കാം, വിസ്തരിച്ച് ഒന്ന് കുളിക്കാം. അതൊക്കെയാണ് പരിപാടികൾ കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്ന് ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ലേറ്റ് ആയിട്ടുണ്ട് നല്ലോണം എന്തായാലും. ഞാൻ ഈ ചായ കൂടി നിർത്തണം എന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് ചായയോടുള്ള ഇഷ്ടമാണോ അതോ രാവിലത്തെ ആ ഒരു ടൈമിനോട്, ചായ കുടിക്കുന്ന ആ ടൈമിനോടുള്ള ഇഷ്ടമാണോ എന്നറിയില്ല. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് വായിക്കാറുണ്ട് ചായ കുടിക്കുന്ന സമയത്ത്. അതാണിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ അമ്മ നല്ല പണിയിലാണ് കേട്ടോ. ഇന്ന് നൂൽപുട്ടാണ്. നൂൽപുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പത്തിനെയാണ് കേട്ടോ നമ്മൾ നൂൽപുട്ടെന്ന് പറയാം. അപ്പോൾ നൂൽപുട്ടിന് വേണ്ടി തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നൂൽപുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജുഗുനുള്ള പാലുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖാണോ? ഇന്ന് നമ്മൾ എങ്ങടാ പോണേ? എങ്ങടെങ്കിലും പോണ്ടോ? ഞങ്ങളെല്ലാരും കൂടി പുറത്ത് പോകും. എവിടേക്കൊക്കെയാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇന്ന് മുത്തശ്ശിയും കൊണ്ട് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് മറൈൻ ഡ്രൈവിൽ പോവും. പിന്നെ എവിടെയാ മുത്തശ്ശി? ബ്രോഡ്വേയിലൊക്കെ പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്ലാൻ അല്ലേ? മുത്തശ്ശി രാവിലെ തന്നെ നടക്കാൻ പോയി. ഞാൻ എണീറ്റ് വന്നപ്പോ മുത്തശ്ശിയുടെ കാണാനില്ല, മുത്തശ്ശിയെ കാണാനില്ല, അമ്മയും കാണാനില്ല. നടക്കാനൊക്കെ പോയി. അരമണിക്കൂർ നടന്നു. അരമണിക്കൂറൊക്കെ നടന്നിട്ടൊക്കെയാണ് വന്നിട്ട് ഇരിക്കണേ അല്ലേ? ഇവിടെ നിക്കായിരുന്നോ? ഉമ്മാട്ടെ ലിപ്സ്റ്റിക് ഇട്ടോണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പുറത്ത് നിൽക്കാം. പുറത്ത് മീൻസ് ബാൽക്കണിയിൽ നിൽക്കാം. അത് തന്നെ കണ്ണിങ്ങനെ വെയിൽ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകാം കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. എനിക്ക് എന്താ അറിയില്ല, സത്യം പറയാം. എനിക്ക് അങ്ങനത്തെ ക്ലീൻ ചെയ്യുന്നതൊക്കെ അങ്ങനെയല്ല, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെയാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിനുള്ള ക്ലീനിങ് ആണെന്ന് വിചാരിക്കുക. ഇതിപ്പം ഇങ്ങനെയുള്ളത് കൺവേർട്ട് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ആക്കാനുള്ള ക്ലീനിങ്, അതൊക്കെ എനിക്ക് കാണിക്കാൻ കുഴപ്പമില്ല. ഇതിപ്പോൾ ചുമ്മാ അടിച്ചു വാരി തുടയ്ക്കുന്ന സാധനങ്ങളൊന്നും കാണിക്കണമെന്നില്ല എനിക്ക്. അത് കാരണം കൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം എൻ്റെ നെക്സ്റ്റ് പരിപാടി ക്ലീൻ ചെയ്യലൊക്കെയാണ് കേട്ടോ. ജൂനൊക്കെ ഇപ്പോഴും ഉറങ്ങുകയാണ്. അപ്പം അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് വേഗം ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. എണീക്കുന്നതിന് മുമ്പൊന്നും നടക്കില്ല, പക്ഷെ വേഗം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പം നെക്സ്റ്റ് പരിപാടി അതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറയൂ. എണീറ്റ് പാല് കുടിച്ചോ? ഇത്തിരി കുടിച്ചുള്ളൂ. ചുഗുന എണീറ്റു. ഇതേ പാലൊക്കെ കുടിച്ചു അല്ലേ? അമ്മുവിന്റെ പണി അമ്മ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേക്കും ചുഗുന എണീറ്റു അല്ലേ? ഇനി എന്തൊക്കെ ചെയ്യാൻ പോണേ ചുഗുനുട്ടെ? കളിച്ചാൻ പോവാനാ? അപ്പൊ ചുഗുനെ ഇനി ബ്രഷ് ചെയ്യണ്ടേ? വേണ്ടേ? കുളിക്കണ്ടേ? വേണ്ടേ? എന്താ ജുഗുന് ഇഷ്ടായില്ല? ജുഗുന് ഇഷ്ടല്ല, ആച്ചി കുളിക്കാൻ ഇഷ്ടമല്ല, പല്ലേക്കെ ഇഷ്ടമല്ല അല്ലേ? നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടോ. ഇന്ന് മാങ്ങയും കുമ്പളങ്ങയാണ് കൂട്ടാൻ. പിന്നെ കായയും പയറും കൂടിയുള്ള ഉപ്പേരിയുണ്ട്, ചോറുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, മോരുണ്ട്, അച്ചാറുണ്ട്. ഇങ്ങനെ സാധാരണ വിഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു എല്ലാവരും കൂടെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. മുത്തശ്ശി അവിടെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ഉറങ്ങാൻ മീൻസ് ഉച്ചയ്ക്ക് ഉറങ്ങണ്ടോ അറിയില്ല, കിടക്കുകയാണ് എന്തായാലും. അപ്പോൾ മുത്തശ്ശി എണീറ്റിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കണം എണീറ്റ് ചായ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. ലേറ്റ് ആവുമെന്ന് അറിയില്ല. എന്നാലും എല്ലാം ഇപ്പോൾ കിടക്കല്ല, എന്തായാലും എണീറ്റിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ജുഗുനു ആണെങ്കിൽ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ പോണേക്ക് മുമ്പായിട്ട് ജുഗുനുവിന് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യാം, അങ്ങനെ വിചാരിക്കണം. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് പോവാണ് കേട്ടോ. വൈകുന്നേരം
4:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് പോവാണ്. അത് കഴിഞ്ഞ് ബ്രോഡ്വേ പോകണം. നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടോ. സൺസെറ്റിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാടൊന്നും നടന്നില്ല, കാരണം മുത്തശ്ശിക്ക് അങ്ങനെ ഒരുപാട് നടക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പം കുറച്ച് നടന്നു. ആ സ്റ്റെപ്പ്, ഒരു ബ്രിഡ്ജില്ലേ, അവിടെ സ്റ്റെപ്പൊക്കെ കയറി അവിടെ മുകളിലൊക്കെ കുറച്ച് നേരം നിന്നു. വീണ്ടും ഇറങ്ങി അവിടെ ചെന്ന് കുറച്ച് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നു. അത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഒരുപാട് നടന്നൊന്നുമില്ല. എനിക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. സാധാരണ പോണ പോലെ തന്നെയുള്ളൂ. ഞാൻ കുറേ നാൾ മുമ്പായിട്ട് ഇതിന് പോയിട്ടുള്ളത്, കുറേ ആയി പോയിട്ട്. അപ്പോൾ അതിന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ കാര്യം ഞാൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. 100 രൂപയ്ക്ക് 800 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മാറ്റമാണ് ഞാൻ കണ്ടത്. അത് കുറേ നാളായിട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് ഓർമ്മയില്ല എന്ന് മാത്രം. പിന്നെ എൻ്റെ ഒരു ചിറ്റ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ കൈമാറാനുണ്ടായിരുന്നു, താലം കൈമാറുന്ന പോലെ. അങ്ങനെ ചിറ്റ വന്നു, കണ്ടു, സാധനങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് പോയി. ബ്രോഡ്വേയിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ജുഗുനുവിന് ഒരു ടോയ് വാങ്ങിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക്. അപ്പം അങ്ങനെ നമ്മൾ ടോയ് മാത്രമാണ് വാങ്ങിച്ചത്. പിന്നെ മുത്തശ്ശിക്ക് ഒരുപാട് നടക്കാനൊന്നും പറ്റില്ല. അത് കാരണം കൊണ്ട് വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. സെറ്റുമുണ്ടൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് പിന്നെ ഒരു ദിവസം ആവാമെന്ന് വിചാരിച്ചിട്ട് പോന്നു. അങ്ങനെ നമ്മളിതേ തിരിച്ച് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതാര് വാങ്ങിച്ചെന്നതാ പറയൂ. നമ്മൾ എന്തിനാ ബ്രോഡ്വേ പോയേന്ന് പറയൂ. ഡബിൾ ഡെക്കർ വാങ്ങിക്കാനാ. ദ്വാരകന്ന് കഴിച്ചാൽ മതിയോ? ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ എടച്ചിറയിൽ തന്നെ ദ്വാരക എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന പോലെ കുറേ ദോശ വിഭവങ്ങൾ തന്നെയാണ് കേട്ടോ കഴിച്ചത്. ജുഗുനു നെയ് റോസ്റ്റ്, മുത്തശ്ശി പ്ലെയിൻ റോസ്റ്റ്, ഞാനൊരു കാഞ്ചീപുരം മസാല ദോശയാണ് കഴിച്ചത്. അവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് കഴിച്ചത്. അമ്മ ഭട്ടൂരിയൊക്കെയാണ് കഴിച്ചത്. ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് എത്തി. ജുഗുനു ഇവിടെ കളി തുടങ്ങി. ജുഗുനുവിൻ്റെ പുതിയ ഡബിൾ ഡെക്കർ ബസ്സിൽ കളി തുടങ്ങി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തിയപ്പോൾ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഫ്രഷായി ഉറങ്ങാമല്ലോ ജുഗുനു. ഫ്രഷായി ഉറങ്ങാൻ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ വന്നു. ജുഗുനു കുറച്ച് 2 സ്പൂൺ കഞ്ഞി കുടിച്ചു, പഴം കഴിച്ചു. ഇനി നമ്മൾ വാവുറങ്ങും അല്ലേ. നമ്മൾ ഫ്രഷായി ഇനി വാവുറങ്ങും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ടാറ്റാ.